ഇന്ത്യയുമായി കളിക്കാൻ ഇന്ത്യയിലേക്ക് വരുന്നത് ബ്രസീൽ മാത്രമാണോ? കബോ വെർദയും ഒപ്പം ഉറുഗ്വേയും എത്തുന്നു. ഇന്ത്യയുടെ ഫ്രണ്ട്ലി 3 മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു ഡൺവർ. അതെ, ഇന്ത്യ ബ്രസീലുമായിട്ട് നടക്കുന്ന ഫ്രണ്ട്ലി ആ ഒരു വിൻഡോ ഉണ്ടല്ലോ, ആ വിൻഡോയിൽ 3 മത്സരങ്ങൾ ആണ് AFF പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ പറയുന്നു 2026 വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ടീമിനെ കൂടി ഈ ഇന്റർനാഷണൽ ഫ്രണ്ട്ലി ആ ഒരു വിൻഡോയിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവരെ കൂടെ ഒരു ടീമിനെ കൂടി ഉൾപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ പല മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു റൂമർ പോലെ പറയുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ അത് ഉറുഗ്വേയോ അല്ലെങ്കിൽ കബോ വെർദയോ ആയിരിക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. സോ ഇതിന്റെ സത്യാവസ്ഥയോ കാര്യങ്ങളോ നമുക്ക് അറിയില്ല. പക്ഷെ 3 മത്സരങ്ങൾ നടത്താൻ തന്നെയാണ് പ്ലാൻ. സോ 3 മത്സരം തന്നെ നടത്തേണ്ടി വരും. കാരണം അമ്മാതിരി ഒരു പരിപാടി ഇവിടെ കാണിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ഫെഡറേഷൻ എന്നുള്ളതാണ്. അതായത് ബ്രസീൽ വരുന്നതിന്റെ കാരണമായിട്ട് അസിയാന കപ്പിൽ നിന്ന് ഒഫീഷ്യലി അങ്ങോട്ട് പിന്മാറിയിരിക്കുന്നു നമ്മുടെ ഇന്ത്യ നാഷണൽ ഫുട്ബോൾ ടീം. അസിയാൻ കപ്പ് വേണോ അതോ ബ്രസീൽ വേണോ എന്നുള്ള ചർച്ചയൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. സോ ആ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അസിയാൻ കപ്പ് മതി എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്ത്യ സംബന്ധിച്ചിട്ട് നമ്മൾ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്. സോ നമ്മളെ സംബന്ധിച്ചിട്ട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് വേണ്ടത്. സോ ഫിഫയുടെ അണ്ടറിൽ നടക്കുന്ന, ഫിഫ നേരിട്ട് നടത്തുന്ന ഒരു ടൂർണമെന്റിലേക്ക് സ്ലോട്ട് ലഭിക്കുന്നു. സോ അവിടെ കളിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിട്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, നമ്മുടെ പ്ലേയേഴ്സിനെ സംബന്ധിച്ച് വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതാക്കിക്കൊണ്ടാണ് ബ്രസീലിനെ നമ്മൾ വിളിച്ചു വരുത്തി ഇവിടെ ഒരു ഫ്രണ്ട്ലി നടത്തുന്നത്. അപ്പൊ ഈ ഫ്രണ്ട്ലി നമ്മൾ ഓൾറെഡി പലതവണ പറഞ്ഞതാണ്, ബ്രസീലിനെ നമുക്ക് മറ്റൊരു വിൻഡോയിൽ വിളിച്ചുകൂടെ? സോ ബ്രസീൽ വരാൻ തയ്യാറാണ്. സോ അപ്പോൾ നമുക്ക് മറ്റൊരു വിൻഡോയിലേക്ക്, സോ ഇന്ത്യയുടെ നാഷണൽ ടീമിന് ഇങ്ങനെ ഫിഫയുടെ ഒരു ടൂർണമെന്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ വിൻഡോയിൽ നടക്കില്ല, സോ നമുക്ക് മറ്റൊരു വിൻഡോ പ്ലാൻ ചെയ്യാം എന്ന രീതിയിൽ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു വിൻഡോയിൽ ബ്രസീൽ വരും, ഈ കളി നടക്കും. പക്ഷെ അതിനൊന്നും ശ്രമിക്കാതെ എന്തിനാണ് ഇങ്ങനെ എടിപിടിയെന്ന് ബ്രസീലിനെ കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതാക്കിക്കൊണ്ട് ബ്രസീലിനെ കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? ഇത്രയും പെട്ടെന്ന് എന്തിന് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ബ്രസീലുമായിട്ടുള്ള കളിയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ ഒരുപാട് നല്ലൊരു എക്സ്പോഷർ ലഭിക്കും എന്നുള്ള ചർച്ചകളൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ വെച്ചതാണ്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ അണ്ടറിൽ നടക്കുന്ന ഒരു ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതാക്കിക്കൊണ്ട് ഇനിയിപ്പോ ബ്രസീൽ വന്നാലും അല്ലെങ്കിൽ കബോ വെർദെ വന്നാലും ഉറുഗ്വേ വന്നാലും നമ്മുടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇല്ലാതാക്കിയത്. ഈ പറയുന്ന ഏത് ടീമിനെ വേണമെങ്കിലും നമുക്ക് വിളിച്ചു വരുത്താം. അപ്പോൾ അത് വേണ്ട രീതിക്ക് പ്രോപ്പറായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കാവുന്ന കേസുള്ളൂ. ഏത് വിൻഡോയിൽ വേണമെങ്കിലും നമുക്ക് വിളിക്കാം. പക്ഷെ എന്തുകൊണ്ട് അസിയാൻ കപ്പിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സംശയം കാര്യം. സോ എന്റെ അഭിപ്രായത്തിൽ ഭയങ്കര തെറ്റായ മണ്ടൻ തീരുമാനമായി പോയി എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.